നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ദിവസത്തിന് മുമ്പുള്ള മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ റാലിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ളത് രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള HDFC ബാങ്കാണ്. HDFC ബാങ്കിലേക്ക് MSME വെയിറ്റേജ് റീസ്ട്രക്ചർ ചെയ്ത് കാരണം ഏകദേശം ഒരു $4 ബില്യൺ ഒരു ഫണ്ട് ഇൻഫ്ലോയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു റാലി രേഖപ്പെടുത്തി. എന്നാൽ ഇന്നലെ ആ ഒരു റാലിയിൽ ഭംഗം വരുത്തിയതും അതേ HDFC ബാങ്ക് തന്നെയാണ്. HDFC ബാങ്ക് ഇന്നലെ 2% ഇടിഞ്ഞപ്പോൾ അതൊരു ചെറിയൊരു മാർക്കറ്റിൻ്റെ ആ ഒരു വലിയൊരു കുതിപ്പിന് ഒരു പോസായ ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. കാരണങ്ങളുണ്ട്. HDFC ബാങ്കിൻ്റെ ഡെപ്പോസിറ്റായിട്ട് ബന്ധപ്പെട്ട് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റോക്കിംഗ് ന്യൂസിൽ ചർച്ച ചെയ്യാം. അപ്പോൾ എനിവേ ഈ ഒരു ഘടകങ്ങൾ കാരണം HDFC ബാങ്ക് കാരണം ഇപ്പോൾ ഇന്നും നിഫ്റ്റി നിൽക്കുന്നത് ഏകദേശം ഒരു 50 പോയിൻ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് താഴെയാണ്. സ്വാഭാവികമായും ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ വളരെ ഉയർന്ന നിലയിൽ നിൽക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് മതി മാർക്കറ്റിൽ അതൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. പക്ഷേ അതിൽ സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണക്കാരനാകുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കണ്ടത്. കാരണം FIIs വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ 2576 കോടി രൂപക്ക് ബൈ നടത്തി ഇരിക്കുകയാണ്. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ സെല്ല് നടത്തിയ ഒരു ദിവസമാണ് ഇന്നലെ. 2375 കോടി രൂപക്ക് സെല്ല് നടത്തിയിട്ടുണ്ട്. ഈ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് അത്ര പ്രഡിക്റ്റബിൾ അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ ബൈ ചെയ്യും. DIs നമ്മളെങ്ങനെയാണോ റീറ്റെയിലേഴ്സിൻ്റെ ചിന്ത എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് DIsൻ്റെ ചിന്ത. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റി നെഗറ്റീവാണ്. ഇനി ഗ്ലോബൽ ക്യൂസുകൾ നമ്മൾ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വലിയ തോതിലില്ല. UK ഇലക്ഷൻ നടക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ ഗ്ലോബൽ ക്യൂസുകളില്ല. കാരണം US മാർക്കറ്റ് അവധിയായിരുന്നു. ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേ കാരണം അവധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ കമ്പനികളിൽ HDFC അവിടെ ADRലും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രകടനം എങ്ങനെയാണെന്നോ അത് നോക്കിയിട്ട് ഇന്ന് HDFC ബാങ്ക് ഇതായിരിക്കും നമ്മുടെ ഓപ്പണിംഗ് ഒന്നും പറയാൻ സാധിക്കില്ല. കാരണം US മാർക്കറ്റ് അവധിയാണ്. അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സിൽ സ്റ്റോക്കുകളൊന്നും തന്നെ ഇന്നലെ അവിടെ ട്രേഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ HDFC ബാങ്കിൻ്റെ പെർഫോമൻസ് മുൻകൂട്ടി നമുക്ക് അറിയാനും സാധിക്കില്ല ഇന്നത്തെ ദിവസം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് ആദ്യം വരാം. ബജാജ് ഓട്ടോയായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഇവർ ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് ഫ്രീഡം 125 എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു 125 അവരുടെ CC ആയിരിക്കും. അപ്പോൾ എനിവേ അങ്ങനെ ഒരു ബൈക്ക് ലോകത്തിൽ ആദ്യമായിട്ട് ബജാജ് ഓട്ടോ ലോഞ്ച് ചെയ്തു. HDFC ബാങ്ക് അവരുടെ ഡെപ്പോസിറ്റ് ഫ്ലാറ്റാണ്. കാസ 5% ഫോളാണ്. അഡ്വാൻസ് 0.8% ഫോളാണ്. HDFC ബാങ്കിനെ സംബന്ധിച്ചാണ്. എന്നാൽ മറ്റുള്ള ബാങ്കിനെ സംബന്ധിച്ച് Q1 റിസൾട്ടിന് മുമ്പ് പുറത്ത് വന്ന ആ ഡേറ്റ പോസിറ്റീവാണ് കേട്ടോ. അതിൽ ആദ്യം RBL ബാങ്കാണ്. ഡെപ്പോസിറ്റ് 18% ഉയർന്നു. അഡ്വാൻസ് 18% ഉയർന്നു. PNB ഡെപ്പോസിറ്റ് 8% ഉയർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഗ്ലോബൽ അഡ്വാൻസ് 12% ഉയർന്നു. പൂൻവാല ഫിൻ കോർപ്പ് ലോൺ ഡിസ്ട്രിബ്യൂഷൻ 5% ഉയർന്നു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 52% ഉയർന്നു. IDBI ബാങ്ക് ടോട്ടൽ ബിസിനസ് 15% ഉയർന്നു. ഡെപ്പോസിറ്റ് 13% ഉയർന്നു. കാസ ഡെപ്പോസിറ്റ് 5% ഉയർന്നു. UCA ബാങ്ക് ടോട്ടൽ ബാങ്കിൻ്റെ ബിസിനസ് 11% ഉയർന്നു. അഡ്വാൻസ് 17% ഉയർന്നു. ഡെപ്പോസിറ്റ് 7.5% ഉയർന്നു. റൈമണ്ട് ഒരു ടെക്സ്റ്റൈൽ മേഖലയിലുള്ള കമ്പനിയാണ്. പക്ഷേ റിയാലിറ്റി മേഖലയിലും അവർ ശക്തമായ സ്വാധീനമുണ്ട്. ഇപ്പോൾ കമ്പനിയുടെ റിയാലിറ്റി മേഖല വേറൊരു വേറൊരു കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു ന്യൂസാണ് റൈമണ്ടിനെ സംബന്ധിച്ചുള്ളത്. മഹേന്ദ്ര ലൈഫ് സയൻസ് കമ്പനി ഇവർ മുംബൈയിൽ ബോറിവല്ലിയിൽ 1800 കോടി രൂപ വർത്ത് വരുന്ന ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അഹ്ലുവാലിയ കോൺട്രാക്ട് കമ്പനി 576 കോടി രൂപയുടെ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു ഓർഡർ കിട്ടി. ആർവിനിൽ കമ്പനി അവർ ഡൽഹി മെട്രോയായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് ഫർദറായിട്ടുള്ള റെയിൽവേ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്.
ഐക്കോൺ ഇൻ്റർനാഷണൽ 750 കോടി രൂപയുടെ ഓർഡർ ആർബിഎല്ലിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു. BGR എനർജി കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി അവർ 1000 കോടി രൂപ റൈസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിലവിലെ ഇവരുടെ സ്റ്റോക്കുകളെല്ലാം ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വില കുറച്ച് കൊടുക്കുന്നതാണ് റൈറ്റ് ഇഷ്യൂ. കസ്റ്റോണിയൻ ഇൻഫ്ര കമ്പനിക്ക് 42 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഈസാഫ് ബാങ്ക് കമ്പനി 33% അവർ ബാങ്ക് ഗ്രോത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $3400 ഇടിഞ്ഞ് 57,000. ഗോൾഡ് $2358 per ounce. ബ്രന്റ് ഓയിൽ 87. ഓസ്ട്രേലിയ ചൈന റെഡിലാണ്. കൊറിയ ഫ്ലാറ്റാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് 3 പോസിറ്റീവിൽ തന്നെയാണ് അടിച്ചിരുന്നത്. അതായത് യൂറോപ്യൻ മാർക്കറ്റ് ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. HDFCയുടെ ഭാഗത്തു നിന്ന് ചെറിയ നെഗറ്റീവായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. പക്ഷെ അത് ഇന്നലെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇന്നലെ 2% HDFC ബാങ്ക് ഇടിഞ്ഞു. അതായത് ഇന്ന് ആണ് ന്യൂസ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് HDFC ബാങ്ക് സീവറായിട്ട് ഫോൾ ആകുമെന്ന് യാതൊരു ഉറപ്പോ ഗ്യാരണ്ടിയോ ഒന്നും ഇല്ല. കാരണം ഇന്നലെ അത് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ സ്റ്റോക്ക് ന്യൂസിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ നിങ്ങളുടെ ആയിട്ട് പങ്കുവെക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ഒരു സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ ഉള്ള യാതൊരു ഇൻഡിക്കേഷനോ റെക്കമെൻഡേഷനോ ഇല്ല. അത് എപ്പോഴും ഓർമ്മിക്കുക. എല്ലാവർക്കും വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.